യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പഴയ നിയമത്തിലെ പല പ്രവചനങ്ങളും നിവൃത്തിയേറി. എബ്രായ തിരുവെഴുത്തുകളും പുതിയ നിയമവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഇത് കാണിക്കുന്നു. ഉദാഹരണത്തിന്, കന്യക ഇമ്മാനുവൽ എന്ന മകനെ പ്രസവിക്കുമെന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചു. യേശു കന്യകയായ മറിയയിൽ ജനിക്കുമ്പോൾ അത് നിവൃത്തിയേറി. മിശിഹ ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവാചകനായ മീഖ പ്രഖ്യാപിച്ചു. യേശു തീർച്ചയായും അവിടെ ജനിച്ചു. 30 വെള്ളിക്കാശിന് മിശിഹായെ ഒറ്റിക്കൊടുക്കുമെന്ന് സെഖര്യാവ് പ്രവചിച്ചു. യൂദാസ് ഈസ്കറിയോട്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ അത് സംഭവിച്ചു. തന്റെ വിചാരണയ്ക്കിടെ യേശു തന്റെ കുറ്റാരോപിതരുടെ മുമ്പിൽ മൗനം പാലിച്ചതായും യെശയ്യാവ് വിവരിച്ചു. കുറ്റവാളികളുടെ കൂട്ടത്തിൽ അവൻ ക്രൂശിക്കപ്പെട്ടു, യെശയ്യാവ് പറഞ്ഞതുപോലെ. അവന്റെ ഒരു അസ്ഥി പോലും ഒടിക്കപ്പെടില്ലെന്ന് സങ്കീർത്തനം 34 പ്രവചിച്ചു. ക്രൂശിക്കപ്പെട്ട മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിന്റെ അസ്ഥികൾ ഒടിക്കപ്പെടാതെ നിലനിന്നിരുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട സങ്കീർത്തനം 22 കൈകളും കാലുകളും കുത്തപ്പെട്ടതായി പറഞ്ഞു. ക്രൂശീകരണത്തിന്റെ ഒരു ഉജ്ജ്വല ചിത്രം യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ പൂർത്തീകരിച്ചു. മിശിഹ ഒരു ധനികന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുമെന്ന് യെശയ്യാവ് പറഞ്ഞു. അരിമത്യയിലെ ജോസഫ് എന്ന ധനികൻ തന്റെ പുതിയ കല്ലറയിൽ യേശുവിനെ സംസ്കരിച്ചപ്പോൾ ഇത് സംഭവിച്ചു. ഒടുവിൽ പരിശുദ്ധൻ ജീർണത കാണുകയില്ലെന്ന് സങ്കീർത്തനം 16 പ്രവചിച്ചു. യേശുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിൽ അത് നിവൃത്തിയേറിയതായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. തിരുവെഴുത്തുകളിൽ മുൻകൂട്ടി പറഞ്ഞ വാഗ്ദത്ത മിശിഹ യേശുവാണെന്ന് ഈ പ്രവചനങ്ങൾ ശക്തമായ ഒരു സാക്ഷ്യമാണ്, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക്.